സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റസ്റ്റിൽ പാത്ത് എന്താണെന്നാണ്. അപ്പോൾ എന്താണ് പാത്ത്? പാത്ത് എന്ന് വെച്ചാൽ ലൈബ്രറിയാണ് നമുക്ക് പാത്ത് റിലേറ്റഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പാത്ത് റിലേറ്റഡ് സേഫ് ആയിട്ട്. അപ്പോൾ എൻ്റെ ഉപയോഗിക്കുന്ന ലൈബ്രറിയാണ് പാത്ത്. അപ്പോൾ VS കോഡ് പോയി കാണിച്ചാൽ എന്താണെന്ന് VS കോഡ് ഓപ്പൺ ചെയ്യാണ്. നമുക്ക് പാത്ത് ഇമ്പോർട്ട് ചെയ്യാം. യൂസ് std path ഓക്കെ. നമുക്ക് വേരിയബിൾ കിട്ടിയാൽ a is equal to path new ഇതൊരു പാത്ത് സ്പെസിഫൈ ചെയ്യണം. എക്സാമ്പിളിന് home/a.txt. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഫയലും ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളിൽ. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന home/a.txt. ഇത് ഷോർട്ട് കട്ട് ആണെങ്കിൽ ഫയലിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് home/a.txt കൊടുത്താൽ ഫയലും ഫോൾഡർ ഒന്നിച്ച് ക്രിയേറ്റ് ആവും. കണ്ട ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് നോക്കാം, ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. പ്രിൻറ്റ് ചെയ്യാം, പ്രിൻറ്റ്, അല്ലെങ്കിൽ വേറെ വേരിയബിൾ സേവ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഇപ്പോൾ പ്രിൻറ്റ് ഉപയോഗിക്കുകയാണ്. ഇത് a ഡോട്ട്, നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് എൻ്റെ എക്സിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫയൽ അവിടെ ഉണ്ടോയെന്ന്, ഈ പാത്ത് ഉണ്ടോയെന്ന്. അപ്പോൾ ഈ ഫയൽ അവിടെ ഇല്ലെങ്കിൽ ഇത് ഫോൾസ് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചത്, ഞാൻ ഹോം ഡയറക്ടറി SRസിന് പുറത്ത് ക്രിയേറ്റ് ചെയ്ത് SRസിന് ഉള്ളിൽ ഇടണം കേട്ടോ, SRസിൻ്റെ ഉള്ളിൽ. ഓക്കെ, റൺ നോക്കാം. ട്രൂ കണ്ട, ഇപ്പം ട്രൂ വരും. അതിന് ഫയൽ ഉണ്ട് അങ്ങനത്തെ കണ്ടോ വന്നത്. ഈ പാത്ത് എക്സിസ്റ്റ് ആണെങ്കിൽ ഈ ഹോമിൻ്റെ ഉള്ളിൽ a.txt ഉണ്ടെങ്കിൽ ട്രൂ വരും, അല്ലെങ്കിൽ ഫോൾസ് വരും. പിന്നെ അടുത്ത ഒന്നാണ് എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ ഈ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ കിട്ടാൻ. ഓക്കെ, അപ്പം നമ്മൾ ഒരു സാധനം കൊടുക്കണം. കണ്ട എക്സ്റ്റൻഷൻ നമുക്ക് പ്രിൻ്റ് ആവുന്നു. നെക്സ്റ്റ് ആണ് ഇസ് ഫയൽ. ഇസ് ഫയലുണ്ട്, ഇസ് dir ഉണ്ട്. ഇസ് ഫയലെന്ന് വെച്ചാൽ അത് ഫയലാൻ ചെക്ക് ചെയ്യും. ഇസ് dir എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഞാൻ ചെക്ക് ചെയ്യും, ഫയലോ കാണാമെന്ന്. ട്രൂ വരുള്ളൂ, നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് dir എടുത്ത് നോക്കാം, ഫോൾസ് വരും. ഫോൾസ് കാരണം dir അല്ല ഈ പാട്ട് നോക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ ചേഞ്ച് ചെയ്യാം, നമുക്ക് ഡയറക്ടറി മാത്രം ആക്കാം, ഹോം മാത്രം ആക്കാം നോക്കാം. ട്രൂ, ഡയറക്ടറി ആണ്. കുറേ ഫങ്ഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് ഫയലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. മെയിനായിട്ട് നമ്മൾ പാത്തിൻ്റെ റിലേറ്റഡ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്ക് ഫയലിൽ നമ്മൾ പാത്ത് റിലേറ്റഡ് കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആശം വരുന്നതായിട്ട് മറ്റും ഫയൽ നെയിം വേണമെങ്കിൽ അത് വരും. കണ്ട a.txt വന്ന് ഫയൽ നെയിം കിട്ടി. പാരൻ്റ് സാധനം വെച്ചാൽ പാരൻ്റ് ആരാണ് ഇതിൻ്റെ, എയുടെ പാരൻ്റ് ആരാ, ഹോം. കണ്ട ഹോം കിട്ടി. പിന്നെ ചെക്ക് ചെയ്യാം എൻഡ് വിത്ത്. കണ്ട എൻഡ് വിത്തിനോടൊത്ത് ചെക്ക് ചെയ്യാം നമുക്ക്. എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഫുൾ പാത്ത് കൊടുക്കണ്ട. നമുക്ക് ലാസ്റ്റ് വേർഡ് മാത്രമല്ല, നമ്മൾ ലാസ്റ്റ് ഇത് പാത്ത് നമ്മുടെ ഇതൊരു ഭാഗമാണ്, ഇതൊരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കൊടുക്കാം, ലാസ്റ്റത്തെ ഒരു ഭാഗം മാത്രം. അപ്പോൾ എക്സാമ്പിൾ ഞാൻ b എന്ന് കൊടുത്തു വെച്ചോ, കണ്ട ഫോൾസ് വരും. ഇപ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, ഇഫ് ഈ പാത്ത് ലാസ്റ്റ് സാധനം ഈ ഫയൽ ഇതാണ് എൻഡ്സ് വിത്ത്, ഈ പാത്ത് എൻഡ് ചെയ്യുന്ന ഈ സാധനം വെച്ചാണെങ്കിൽ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ഇഫ് കൊടുക്കില്ല പോലെ അതുപോലെ കൊടുക്കാം. എക്സാമ്പിൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് കൊടുത്തു. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ സാധ്യത എൻഡ്സ് വിത്ത് ഇത് എനിക്ക് കണ്ടറിയാൻ പറ്റില്ല എൻഡ്സ് വിത്ത് എന്താണെന്ന്. അപ്പോൾ ഇത് മെയിനായിട്ട് വേണം ഇഫ് കണ്ടീഷൻ ഉപയോഗിക്കും. കാശ് ചില കേസിലേക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് എക്സാമ്പിൾ ഫയൽ റേറ്റ് ചെയ്ത് അത് ഈ പാത്തിൽ ഈ ഫയൽ ഉണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്തോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. എൻഡ്സ് വിത്ത് ഈ പാത്ത് എൻഡ്സ് വിത്ത് ഇതാണെങ്കിൽ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ഓക്കെ, സ്റ്റാർട്ട്സ് വിത്ത് ഉണ്ട്, തുടങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതും ചെയ്യാം. സ്റ്റാർട്ട്സ് വിത്ത് ഹോം ആണെങ്കിൽ ട്രൂ വരും. കണ്ട ഓക്കെ, അതുപോലെ അതിൽ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾ ഞാൻ ഇപ്പോൾ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞു, ഇത്രയൊക്കെ മതി. മെയിനായിട്ട് വന്ന് ഫയൽ നെയിം, പിന്നെ ഇസ് ഫയൽ, ഇസ് dir, എക്സിസ്റ്റ്, എൻഡ്സ് വിത്ത്, സ്റ്റാർട്ട്സ് വിത്ത്, പാരൻ്റ്, ഇതൊക്കെ മറ്റേ ആശം വരും. ജോയിൻ ചിലപ്പോൾ ആശം വരും, അതൊക്കെ അത്ര കാര്യമില്ല. എന്നാലും മെയിനായിട്ട് വന്നൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു യൂസ് കേസ് കാണിച്ചു തരാം. ഓക്കെ, അതിനൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ കോഡ് അടിക്കുവാണ് ഞാൻ. ഓക്കെ, ഞാൻ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ കോഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതെന്തെങ്കിലും അറിയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫയൽ ഉണ്ടെങ്കിൽ ഇത് റീറൈറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ഫയലിനെ ഡിലീറ്റ് ചെയ്ത് പിന്നെയും ക്രിയേറ്റ് ചെയ്യും. ഇനി ഫയൽ ന്യൂ സാധനം ഉപയോഗിച്ച എന്താ പ്രശ്നം, എറർ വരും. നമ്മുടെ കോഡിലൊരിക്കലും എറർ വരാൻ പാടില്ല. പറയണത് എറർ വന്നെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോഡ് സ്റ്റോപ്പ് ആവില്ല. ഇപ്പോൾ അടിയിൽ കൊടുക്കേണ്ടില്ല, ആ കോഡ് എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ എറർ വന്ന പ്രശ്നം അതാണ്. അപ്പോൾ നമ്മൾ എറർ ഹാൻഡിൽ ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു ചെറിയ ഹാൻഡ്ലിംഗ് ആണ്. അപ്പോൾ ഇത് വെച്ചാൽ അധികം ഉപയോഗം ഉണ്ടാവില്ല. ഇത് എറർ ത്രോ ചെയ്യും. നമുക്ക് ഞാൻ എറർ ഹാൻഡിൽ വേറെ വീഡിയോ കൊണ്ടുവരാം. പക്ഷേ ഞാൻ ഈ പാത്ത് ഉപയോഗിച്ച് ഇത് എറർ ഹാൻഡിൽ ചെയ്ത് കാണിച്ചു തരാം. ക്രിയേറ്റ് ന്യൂസിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ഉപയോഗിച്ച് അത് മതി തോന്നി എനിക്ക്. ഓക്കെ, ഇത് കൊടുക്കണം. ഇഫ് നമ്മുടെ പാത്ത് കൊടുക്കണം. പാത്ത് ഞാൻ
എക്സാമ്പിളിന് a.txt. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ a.txt ഇല്ല. ഇഫ് a.exist, ഓക്കെ, തമ്മിൽ നോട്ട് എക്സിസ്റ്റ് ആക്കാം. നമുക്ക് നോട്ട് കൊടുക്കാം, മുമ്പിൽ നോട്ട് കൊടുത്താൽ മതി. ഇത് ക്ലോസ് ചെയ്യാം, അങ്ങനെ ബ്രാക്കറ്റിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താ ഉദ്ദേശിച്ചത് നോട്ട് എക്സിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫയല് ഇല്ലെങ്കിൽ, ഈ ഫയല് ഇവിടെ ഇല്ലെങ്കിൽ പുതിയ ക്രിയേറ്റ് ചെയ്തോ. ഉണ്ടെങ്കിൽ എന്ത് പറയും, എൽസ് println ഈസ് എ ഫയൽ എന്ന് ഓർത്തേ. ഓക്കെ, ഫസ്റ്റ് ചെക്ക് ചെയ്യും. ഫസ്റ്റ് എന്ന് വെച്ചാൽ നോട്ട് എക്സിസ്റ്റ്, ഈ a.txt ഫയൽ ഇവിടെ ഇല്ലെങ്കിൽ, ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ ഫയലിന് കൊടുത്തേൻ. ഓക്കെ, റൺ ചെയ്യാൻ തരാം. കണ്ട വാണി നോക്കാം. എന്താ വെച്ചാൽ ഞാൻ ഇത് ഉപയോഗിക്കാതുകൊണ്ടാണ്, മ്യൂട്ട് കൊടുത്തോണ്ടാണ് പ്രശ്നം വന്നത്. ഈ കേസിൽ മ്യൂട്ടിൻ്റെ ആവശ്യമില്ലാതാണ്, നമ്മൾ റൈറ്റ് ചെയ്തില്ലല്ലോ ഒന്നും. അപ്പോൾ നമുക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട. നോക്കിയേ, കണ്ട ക്രിയേറ്റ് ആയിട്ട് കണ്ടൻസ് ഒന്നും കൊടുത്തില്ല, അതൊന്നും ഇല്ലാത്തത്. പക്ഷേ ഫയൽ ക്രിയേറ്റ് ആയിട്ട് ഇനി ഒരു പ്രാവശ്യം റൺ നോക്കാം. ദിസ് ഈസ് എ ഫയൽ. അത് അടിയിലൊരു പ്രിൻ്റ് കൊടുക്കാം. ഓക്കെ, കംപ്ലീറ്റഡ്. ഓക്കെ, കണ്ട ഇവിടെ ഈ കോഡ് റണ്ണായില്ല എന്ന് വെച്ചാൽ ഫയൽ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് ഇത് റണ്ണായി, ഈ അടിയത്ത് കോഡ് റണ്ണായി. സാധാരണ എറർ വരും. സാധാരണ ഇതിപ്പോൾ ഈ കേസ് ഇഫ് ഉപയോഗിച്ചില്ലെങ്കിൽ, ഇഫ് എൽസ് ഈ കേസിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റിയാനെ, ഈ സാധനം ഇവിടെ സ്റ്റോപ്പ് ആയാനെ, പിന്നെ റണ്ണാവില്ല. സാധനം ഇഫ് എൽസ് ഒന്ന് കളയാൻ ഈ റൺ ചെയ്യുമ്പോൾ സക്സസ്ഫുൾ റൺ ഒരു പ്രശ്നം ഉണ്ടല്ലോ. കാരണം ഇത് റീറൈറ്റിങ് കണ്ടന്റിനെ. എക്സാമ്പിളിന് ഇവിടെ ഇത് കൊടുത്തെന്ന് വെച്ചോ, അത് പിന്നെ റൺ ചെയ്ത് നോക്കിക്കോട്ടെ, പോവും. കണ്ട കണ്ടന്റ് റീറൈറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കണ്ടന്റ്സ് മൊത്തം പോയി. ഇനി ക്രിയേറ്റ് ന്യൂ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എറർ ത്രോ ചെയ്യും, കോഡ് അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഇപ്പം ന്യൂ കൊടുത്താന്ന് വെച്ചാൽ ന്യൂ കൊടുത്തെന്ന് വെച്ചോ, കണ്ട എറർ വന്നു, ഈ കംപ്ലീറ്റ് പ്രിൻ്റ് ആയില്ല. അതുപോലെ തന്നെ ഈ ക്രിയേറ്റ് ന്യൂ കൊടുക്കുക എന്താ വെച്ചിട്ട് ഈ ഫയൽ റിമൂവ് ചെയ്യില്ല. കണ്ട ഈ ഫയൽ അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ കൊടുത്താലും റൺ ചെയ്ത് നോക്കിക്കോട്ടെ, കണ്ട ഈ ഫയല് പോവില്ല. പക്ഷേ എറർ ത്രോ ചെയ്തുകൊണ്ട് കോഡ് ഇവിടെ സ്റ്റോപ്പ് ആവും. ഇവിടെ നല്ല ഇമ്പോർട്ടൻറ്റ് കോഡ്സ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അത് റൺ ആവുള്ള. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇഫ് ഉപയോഗിക്കുന്നത് വെച്ച് നോക്കിക്കോട്ടെ. ഓക്കെ, കണ്ട നമ്മുടെ ഇവിടെ ഈ കണ്ടന്റ് പോയില്ല, നേരത്തെ അടിച്ച കണ്ടന്റ് ഡിലീറ്റ് ആയി പോയില്ല. അപ്പോൾ നമ്മുടെ കോഡ് സേഫ്റ്റി കൂടി ഉണ്ട്. അപ്പോൾ ഇത് രീതിയിൽ എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയാം. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ നമുക്ക് ഈ പാത്ത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ ലൈബ്രറിയുടെ ഉപയോഗം മെയിനായിട്ട് ഇതാണ്. നമുക്ക് എക്സിറ്റ് നോക്കാം. നമുക്ക് എക്സാമ്പിളിന് ഇസ് ഫയൽ ഞാൻ നോട്ട് ഫയലാണെങ്കിൽ ഈ കോഡ് റൺ ചെയ്യുക, അല്ലെങ്കിൽ എൽസ് കോഡ് റൺ നോക്കാം. കണ്ടിപ്പോൾ എൽസ് റണ്ണായി. ഇപ്പം വെറുതെ പുറത്താണ് ഫയൽ ക്രിയേറ്റ് ആക്കിയോ, അല്ലെങ്കിൽ ഇത് വേറെ ഓപ്പറേഷൻ നോക്കും. ഇത് ഫയലാണെങ്കിൽ ഇവിടെ ഈ സാധനം റൈറ്റ് ചെയ്തോ, അങ്ങനെ ഓപ്പറേഷൻ കൊടുക്കാം. അപ്പോൾ പാത്തും സാധനം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ലൈബ്രറി ആണ്. എനിക്ക് ഫയലിലുമായാലും നിങ്ങൾക്ക് ഭയങ്കര സേഫ് ആയിട്ട് എല്ലാ സാധനം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കുറച്ച് പറയാം. നമുക്ക് ഇനി നെക്സ്റ്റ് കാണാം. ടിൽ ദെൻ ബൈ.